ഇന്ന് തുടങ്ങി ഞാൻ ഭയങ്കരമായ ഡയറ്റിലായിരിക്കും. ഹെൽത്തി ഫുഡ് മാത്രമേ ഞാൻ കഴിക്കുള്ളൂ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന കുറച്ച് ആൾക്കാർക്ക് ഉണ്ടല്ലോ. അവർക്കൊക്കെ പറ്റിയ നല്ലൊരു സാലഡിന്റെ റെസിപ്പി ആട്ടാ. സംഭവം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു സാലഡ്. അപ്പൊ ഇനി വരട്ടെ, ആദ്യം ചിക്കന്റെ ബ്രസ്റ്റ് പീസ് ആട്ട വേണ്ടേ. ചെറിയ പീസാക്കി മുറിച്ചിട്ടേ കുരുമുളകും ഉപ്പും പരട്ടിയിട്ട് ഒരു 5 മിനിറ്റ് മാറ്റി വയ്ക്കണം. ഇനി ഒരു പാനിൽ ഒലിവ് ഓയിൽ ചൂടാക്കിയിട്ട് അതിന്റെ അകത്തേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന 2 അല്ലി വെളുത്തുള്ളി ജസ്റ്റ് നമ്മൾ വഴറ്റി കൊടുക്കുക. അതിന്റെ അകത്തേക്ക് നമ്മൾ ചിക്കനൊക്കെ ചേർത്തിട്ട് നന്നായിട്ടാണ് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് ചിക്കൻ നന്നായിട്ട് വേവിക്കണം. ഇത് അടച്ചു വെക്കുമ്പോഴേ ചിക്കനിൽ നല്ലോണം വെള്ളം ഇറങ്ങുമല്ലോ. ആ വെള്ളമൊക്കെ വറ്റി കഴിയുമ്പോഴാട്ടെ ചിക്കൻ നന്നായിട്ട് അങ്ങോട്ട് വെന്തിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നത്. അത് മാത്രമല്ല, അപ്പോൾ ഒരു ഗ്രില്ലിന്റെ ഒക്കെ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഈ ചിക്കൻ എടുക്കാനും പറ്റും. പിന്നെ ഇതിന്റെ അകത്തേക്ക് ഞാൻ വട്ടത്തിലായിരുന്ന ഒരു ക്യാരറ്റ് ആട്ടാ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് പിന്നെ ഇത് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിന്റെ അകത്തേക്ക് ഞാൻ സ്റ്റെമ്പ് ഉൾപ്പെടെ നമ്മുടെ ബ്രൊക്കോളി നീളത്തിലരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ബ്രൊക്കോളിയൊക്കെ ഉണ്ടല്ലോ ജസ്റ്റ് നമ്മൾ സോട്ട് ചെയ്തെടുത്താൽ മതിട്ടാ. ഒരുപാട് അങ്ങോട്ട് വെന്ത് കുഴഞ്ഞു വരുമൊന്നും വേണ്ട. ഇനി ഇതിന്റെ അകത്തേക്ക് ഞാൻ 1 ടീസ്പൂണോളം സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിന്റെ അകത്തേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറിന്റെ പൊടിയില്ലേ കുറച്ച് വെള്ളം ഒഴിച്ചാണ് കലക്കിയെടുക്കുക. എന്നിട്ട് നേരെ നമ്മൾ സാലഡിലോട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്ത് ഉപ്പിന്റെ ഒക്കെ കുറവ് തോന്നുകയാണെങ്കിൽ കുറച്ചിട്ട് കൊടുക്കുക. നമ്മൾ ഈ സോയാ സോസ് ഒക്കെ ചേർക്കുമ്പോൾ അതിൻ്റെ അകത്തൊക്കെ ഓൾറെഡി ഉപ്പുണ്ടല്ലോ. അപ്പൊ ഏറ്റവും അവസാനം ഉപ്പിന്റെ കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിട്ടാ. എങ്ങനെയുണ്ട് നമ്മളെ സാലഡ് കാണാനായിട്ട്? കഴിക്കാൻ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചിട്ട് കാര്യമില്ല, ഞാൻ മാത്രമല്ല ഇപ്പൊ കഴിച്ചിട്ടുള്ളൂ അല്ലേ. അപ്പൊ എന്തായാലും ഇത് ഉണ്ടാക്കി നോക്ക്.